ഈ രാജ്യം പട്ടിണി രാജ്യമായിട്ടും അടിമത്ത രാജ്യമായിട്ടും തുടർന്നു പോരുകയായിരുന്നു. 1000 കൊല്ലത്തോളം ഇന്ത്യയുടെ ചരിത്രത്തെ പറ്റിയിട്ട് ഒരു പിടുത്തമില്ല. ഇരുണ്ട കാലഘട്ടമായിരുന്നു. ആ ഇരുണ്ട കാലഘട്ടത്തിൽ എല്ലായിടത്തും അമ്പലം ഉണ്ടായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഭക്തി ഉണ്ടായിരുന്നു, ഉത്സവം ഉണ്ടായിരുന്നു. പക്ഷേ മനുഷ്യൻ എന്താണെന്ന് അറിയില്ല. ഈ ലോകം വളർന്നത് എങ്ങനെയാണ്? ഈ ലോകം വളർന്നത് മനുഷ്യന്റെ ബൗദ്ധികവും ശാരീരികവുമായ ബൗദ്ധികമായ ചിന്തയും ശാരീരികമായ അധ്വാനവും ചേർത്തപ്പോഴാണ് ലോകം വളർന്നത്. നമ്മൾ മനുഷ്യൻ വന്നതിന് ശേഷമാണ് ദൈവത്തിന് പോലും പേരിട്ടത്. അറിയുമോ? ദൈവത്തിന്റെ ചിത്രം വരച്ചതാരാ? മഹാവിഷ്ണു ശ്രീകൃഷ്ണനും ശിവനും സെൽഫി എടുത്ത് അയച്ചെന്ന അല്ലല്ലോ. മനുഷ്യന് ചിത്രകല സർഗാത്മകത ഉണ്ടായപ്പോഴാണ് അവൻ വാക്കുകളിലൂടെ ദൈവത്തെ വർണ്ണിച്ചത്. മഹാഭാരതം കിളിപ്പാട്ടിൽ പാർത്ഥസാരഥിയായി തേര് തെളിക്കുന്ന കൃഷ്ണനെ എഴുത്തച്ഛൻ വർണ്ണിക്കുന്നുണ്ട്. നിരന്ന പീലികൾ നിരക്കവേ കുത്തി നറുകയിൽ കൂട്ടി തിറമുടുകെട്ടി കരിമുകിലൊത്ത ചിഗൂരഭാരവും മണികൾ മിന്നുന്ന മണിക്കിരീടവും. അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രം വരും. ആ ചിത്രം കഴിവുള്ളവർ മഷിയിൽ മുക്കിയിട്ട് വരച്ചു വെച്ചതാണ് കൃഷ്ണന്റെ ചിത്രം. ശില്പികൾ കളിമണ്ണിലും കല്ലിലും മരത്തിലും കൊത്തിവെച്ച ശില്പം കലയാണ് വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യനുണ്ടാക്കിയതാ വിഗ്രഹങ്ങൾ. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു വിഗ്രഹവും ഉണ്ടായിരുന്നില്ല. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് അക്ഷരങ്ങളും ഉണ്ടായിരുന്നില്ല. ഇല്ലെന്ന് ഞാൻ പറയില്ല, ഒരൊറ്റ അക്ഷരം ഉണ്ടായിരുന്നു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന്. ആ അക്ഷരം ഉണ്ടാക്കിയത് മനുഷ്യനല്ല, ഒരു ജീവിയാണ്. ജൈവ വൈവിധ്യങ്ങളിൽ ഒന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിയാണ്. ആ ജീവിയുടെ കഴുത്തിൽ എറെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തലേന്റെ മുന്നിൽ ഇവിടെ എറെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മൂർഖം പാമ്പ് അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നെ പാമ്പ് കടിച്ചിട്ടായി കോയിനാട്ടം പറഞ്ഞില്ലേ, കുറേ ദിവസം ചത്തു പറഞ്ഞിട്ട് ഇവര് ചത്തോ നോക്കാൻ എല്ലാ ദിവസം വരും. കാരണം ഡോക്ടർ പറയും 24 മണിക്കൂറിൽ അപ്പുറം പോകില്ലെന്ന് എല്ലാ ദിവസവും പറയും. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം ആ മൂർഖം പാമ്പിനെ. എന്തൊരു താൻപോരിമയാണല്ലേ, എന്തായിട്ട് സ്റ്റൈൽ. ബേഷോയില്ലേ ഗൈരപ്പോലത്തെ രസമുള്ള ജീവിയതാണ്. അതിന് മാത്രമേ എന്നുള്ള അക്ഷരം കഴുത്തിലുള്ളൂ. ഈ ലോകത്തിൽ എല്ലാറ്റിനും പേര് കൊടുത്തത് മനുഷ്യനാണ്. ആ മനുഷ്യൻ വന്നതിന് ശേഷമാണ് ഈ ലോകത്ത് മാറ്റമുണ്ടായത്. എന്തുകൊണ്ടാ മനുഷ്യൻ മാറ്റമുണ്ടാക്കിയത്? എന്നെയും അറിയാം, നിന്നെയും അറിയാം, നിന്റെ പ്രത്യേകതയും എന്റെ പ്രത്യേകതയും അറിയാം. ഓരോന്നും എന്താണെന്നറിയാം. പുല്ലും പൂമ്പാറ്റയും എന്താണെന്നറിയാം.